അമ്മ അരക്കി പോയി. ഞാനത് ഇളക്കാം. ഇളക്കൊന്നും വേണ്ട, ഒക്കെ ആയി എടുക്കണം. ഞാൻ അത് അരച്ച് വരുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്നൊക്കെ നോക്കാം, എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയായിരുന്നു കഴിക്കാമെന്ന് പറയണേ. ഈ കാണുന്ന ഈ കറുപ്പ് കളർ എന്താണെന്നറിയോ? കുടയിൽ മറിയുമ്പോൾ ഇങ്ങനെ ഒരു തുണിയിൽ എണ്ണയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഉഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ എന്തോ ആക്കും. അതിങ്ങനെ തൂക്കിയിട്ട് കത്തിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ എന്തോ സംഭവം ഉണ്ട്. ഇങ്ങനെ മേലേക്ക് കത്തിയിട്ട് എന്തോ അതിൻ്റെ എന്തോ സംഭവം ഉണ്ട്, എനിക്കറിയില്ല അതിൻ്റെ കാര്യം. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഈ കറുപ്പ് കളറ്. അപ്പം അടുക്കളയിലേക്ക് പോവാം. നമുക്ക് അമ്മ എന്താ ചെയ്യണമെന്ന് നോക്കാം. അമ്മ ഇന്നെന്താ ഉണ്ടാക്കണേ? തട്ടിക്കൂട്ട് സാമ്പാർ. സാമ്പാറും പിന്നെ വേറൊന്നില്ലേ? ഉപ്പേരി, ബീട്രൂട്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു. ആ ഉപ്പേരി. സാമ്പാർ തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാർ. എനിക്ക് തേങ്ങ അരച്ച സാമ്പാർ വലിയ ഇഷ്ടമല്ല. എനിക്ക് തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടണത് തേങ്ങ അരക്കാതൊക്കെ വെക്കണതാണ് എനിക്കിഷ്ടം. പിന്നെ കുറച്ച് കൂൺ കിട്ടി നമുക്ക്, അത് നേരെയാക്കി വെച്ചു ഒരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി. രാവിലെ പറമ്പെന്ന് പോയിട്ട് കൂണ് പറിച്ചതാണ് കേട്ടോ. എല്ലാവർക്കും കിട്ടണ ഒരു സാധനമല്ല, പക്ഷെ ഇവിടെ ഇപ്രാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരെയാക്കാത്തത് ഫ്രിഡ്ജിലുണ്ട്. അത് നമുക്ക് മസാലക്കറി വെക്കണ വീഡിയോ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എന്താ സാമ്പാറിൽ കുറച്ച് പച്ചക്കായം നമ്മൾ കഷ്ണം വെക്കണ. എന്തൊക്കെ അതിലിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് പറയൂന്ന്. പറഞ്ഞു കൊടുക്കൂ. മഞ്ഞപ്പൊടി 1 സ്പൂണ്, പിന്നെ സാമ്പാർ പൊടി അങ്ങനെ 2 സ്പൂൺ ഉണ്ടാവും. 2 സ്പൂണ് സാമ്പാർ പൊടി കഷ്ണത്തിന്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഇതാ കായപ്പൊടി, എൽജിയുടെ കായം. ഇവിടെ എൽജിയുടെ കായം മേടിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ടിട്ടുണ്ട്. സാമ്പാർ പൊടി കുറച്ച് വെച്ചാൽ നമ്മൾ 3 ആളല്ലേ ഉള്ളൂ, അപ്പൊ കുറച്ചല്ലേ വേണ്ടോ. അപ്പൊ അത് കാരണം ഇത് ക്യാമറയിലേക്ക് നോക്കൂ. ക്യാമറയിലേക്ക് നോക്കൂ, എന്നോടല്ല പറയുന്നത്. അമ്മേനെ ഞാൻ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കാം കേട്ടോ. പഠിപ്പിക്കണ ആശാനാണെങ്കിൽ തീരൊന്നും അറിയില്ല. എണ്ണ ഒഴിച്ചു. നമ്മള് നാളികേരം വറക്കണ്ടേ സാമ്പാറിലേക്ക്. ഉലുവ 1 ശകലം. പിന്നെ ഈ തേങ്ങ ആക്കി ഇടുക. ശകലം കായപ്പൊടി കുറച്ച് അവിടെ നാളികേരം, ചെറിയ ഉള്ളി, വെപ്പിട. നാളികേരം മൂത്ത് വന്നുണ്ട്. ഉറക്കെ പറയൂ. നാളികേരം മൂത്ത് വന്നുണ്ട്. ആ അപ്പൊ ഇനി അരിക്ക് ഇപ്പൊ കുക്കർ വിസിലടിക്കും, അപ്പൊ കേക്കൂല. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിൽ മല്ലിപ്പൊടി 1.5 സ്പൂണുണ്ട്. 1.5 നിറച്ച് 1 സ്പൂണ്. 1 സ്പൂണും പിന്നെ 1 സ്പൂൺ നിറച്ചും പിന്നെ അതിൽ കുറച്ചുകൂടി. എരിവ് കുറവുള്ള മുളകാണ് പൊടി. അപ്പൊ അത്ര ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇതിലെന്തെങ്കിലും ഇടുവോ? ഇനി ഇതിലൊന്നുകൂടി അത് മൂത്തഞ്ഞ് ഇനി ഒന്നും കൂടിയും പൊടികളൊക്കെ മൊരിഞ്ഞ നമ്മൾ ഓഫാക്കിയിട്ട് അരച്ചിട്ട് സാമ്പാർ കഷ്ണത്തിൽ ഒഴിക്കും. ഓക്കെ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് എല്ലാരും അമ്പലത്തിലൊക്കെ പോയിരുന്നോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ അപ്പ കുക്കർ വിസിലടിക്കും. ഓഫാക്കി. വെണ്ടക്കായ എന്താ വറുത്തിട്ട് സാമ്പാറിൽ ചേർക്കാം. അതിന്റെ ആ വഴുക്കലൊക്കെ മാറി എണ്ണയിൽ വെറുതെ ഒന്ന് വാട്ടുക. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ടൊക്കെ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയോ? കുട്ടികളൊക്കെ കൃഷ്ണന്റെ വേഷം കെട്ടുണ്ടോ? ഇവിടെ ഒരാളുണ്ട്, നേരത്തെ എണീക്കൂല്ല, ഒന്നുമില്ല. എപ്പോഴാ എണീറ്റ് വരിക വെച്ചറിയില്ല. എന്താണാവോ കുളിച്ചൊന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്.
നേരത്തെ എണീക്കാൻ മടിയാണ്. പിന്നെ എന്നോട് ആരെങ്കിലും അമ്പലത്തിക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറയാൻ എനിക്ക് പേടിയാ. അതുകൊണ്ട് ഞാൻ പോവും. എന്നോട് അങ്ങനെ ചോദിക്കരുത് ആരും. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോവും. ഇവിടെ സാമ്പാറും കറികളൊന്നും വെച്ച ആരും കൂട്ടില്ല. അവിടുത്തെ ഞങ്ങൾ അങ്ങനെ കറികൾ വെക്കലില്ല. തേങ്ങ അരച്ച കറികള് വളരെ ദുർലഭമാണ്. മോളുള്ളപ്പോഴാണ് ഇവിടെ കറിക്കൊക്കെ ചെലവുള്ളൂ. ആളിപ്പോ ഇവിടെ ഇല്ല, ആള് ഗൾഫിലാണ്. ഓ ഇപ്പൊ കരയുമോ? നമ്മൾ അന്ന് വെച്ച മീൻകറിയാണ് കേട്ടോ ഇതിലിരിക്കണത്. ഒന്നും ചെലവായിട്ടില്ല, ആരും കഴിക്കില്ല. എനിക്കൊന്നും കറികൾ ഇഷ്ടമല്ലേ അല്ല. ഞാൻ നല്ല അച്ചാർ എന്തെങ്കിലും മേടിച്ചിട്ട് കണ്ടോ. ഇങ്ങനത്തെ അച്ചാറുകളൊക്കെയാണ് എനിക്ക് അതൊക്കെ കൂട്ടി കഴിക്കാനാ ഇഷ്ടം. പിന്നെ വെഡിങ്ങിന്റെ അന്ന്, വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വിചാരിക്കാത്തൊരു സർപ്രൈസ് ആണ് അവൻ തന്നത്. ഏട്ടൻ കേക്കൊക്കെ ഏൽപ്പിച്ചു സർപ്രൈസ് ആയിട്ട്. അപ്പൊ ഭയങ്കര വിഷമായിട്ടോ ആൾക്ക്. തേങ്ങ അരക്കി പോയിട്ട് പോയി തേങ്ങ അരക്കി. എപ്പോഴും ഞാനാ തേങ്ങ അരക്കാറ്. ഇവിടെ മിക്സിയുടെ അടുത്തേക്ക് അത് വരില്ല. അമ്മ അരക്കി പോയി. ഞാനത് ഇളക്കാം. ഇളക്കൊന്നും വേണ്ട, ഒക്കെ ആയി എടുക്കണം. ഞാൻ അത് അരച്ചു വരുന്നുണ്ട്. അപ്പഴത്തിന് ഞാൻ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കട്ടെ. തേങ്ങ അരച്ചിട്ട് വരാം. രാവിലെ എണീറ്റിട്ട് ഒരു പണി ചെയ്തിട്ടില്ല. അമ്പലത്തിൽ പോയ കാരണല്ലേ. അമ്മമാരുള്ള കാലാണ് മക്കൾക്ക് സ്വർഗം. അതന്നെയല്ലേ ചെയ്യിപ്പിക്കാത്തത് പണികളധികം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തിന് ഭക്ഷണം ഉണ്ടാവില്ല. എത്ര ഭക്ഷണം ഇരുന്നേക്കും. ഇന്നിപ്പോ ആർക്കും ഭക്ഷണം വേണ്ട, ചോറും ഇതൊന്നും വേണ്ട. ഒന്നും കഴിക്കാൻ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ഇരുന്നുണ്ട്. ശോകമാക്കല്ലേ മോളെ. കുട്ടികളൊക്കെ ഊണ് കഴിക്കുമ്പോ ഞങ്ങള് പുറത്ത് പോയി എവിടെയെങ്കിലും പോയിരിക്കും. തേങ്ങ ചൂടാറട്ടെ, ഞാൻ അരച്ചുതരും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. സാമ്പാറില് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. വെണ്ടക്കായ വറുത്തതൊക്കെ. എത്ര പുളി എടുക്കും? ഇത്ര പുളിയാ? കുറച്ച്, ഒരു നെല്ലിക്കട അതിനൊക്കെ കുറച്ച് ഇത്. പിന്നെന്താ വെച്ചാ പുളി നല്ല കറുപ്പല്ലേ. നല്ല കറുത്ത പുളിയാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് പുളി എടുത്തിട്ടുള്ളേ. പിന്നെ തേങ്ങ അരച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ രാധയുടെ ഒക്കെ. കേൾക്കുന്നുണ്ടോന്നറിയില്ല, പാട്ട് വെച്ചിട്ടുണ്ട്. ചോറായോ? ചോറായി. സാമ്പാർ ഒഴിക്കൂ. സാമ്പാർ ഉപ്പേരി, നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി പറഞ്ഞു. ബീട്രൂട്ട് ഉപ്പേരി. അതിലെന്താ? ഇതില് മുളക് വറുത്തത്, പയർ കൊണ്ടാട്ടം. പയർ കൊണ്ടാട്ടം ഞാൻ കഴിച്ചില്ല. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മുളക് വറുത്തത്. പയർ നിങ്ങൾ ഇതുപോലെ കൊണ്ടാട്ടം വെക്കാറുണ്ടെങ്കിൽ പറയും. മുളക് വറുത്തത് പിന്നെയാണ് സ്പെഷ്യൽ കൂണ് ഫ്രൈ ചെയ്തതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ മുളക് പൊടി ഉപ്പിട്ടിട്ട് വീണ്ടും മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത കൂൺ. ഇന്ന് ഇതൊക്കെയാണ് സ്പെഷ്യൽ. ഇവരോട് കഴിച്ചോ ചോദിക്കൂ. എല്ലാവരും ഊണ് കഴിച്ചോ? കഴിച്ചിട്ടില്ലെങ്കിൽ ക്ഷണിക്കൂ. എല്ലാവരും ഊണ് കഴിക്കാൻ വരൂ. അടുത്ത വീഡിയോയിൽ കാണാൻ പറയും. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും. അപ്പോ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്, കഴിക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും കഴിച്ചോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.